വിശ്വ പാപ്പച്ചനെ കണ്ടില്ലേ? കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? പറഞ്ഞു. നമ്മുടെ കണക്കൂട്ടിൽ അല്പം തെറ്റി. സാരമില്ല, മാനേജ് ചെയ്യാം. ബാക്കി മന്ത്രിമാരുടെ കാര്യമൊക്കെ ഡിസൈഡ് ചെയ്തു? ഒന്നും ആയിട്ടില്ല. ഇന്നും നാളെയൊക്കെ ആയിട്ടേ ആവും. അതല്ല, ഈ മന്ത് എൻഡിൽ എക്സൈസ് ഓപ്ഷന് നമുക്ക് പറ്റാത്ത വല്ലവരുമാണ് മന്ത്രിയെങ്കിൽ നമ്മുടെ പരിപാടി മുഴുവൻ കഴിയും. വിശ്വം ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ അറിവോ സമ്മതമോ കൂടാതെ ഇവിടെ ഒരു കാര്യവും നടക്കില്ല. KGR നമ്മുടെ പയ്യനല്ലേ, അവൻ അതിനുള്ള ധൈര്യമൊന്നും ഉണ്ടാവില്ല. ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ എത്രയും വേഗം നടപ്പിലാക്കാൻ ഈ ഗവൺമെന്റ് ശ്രമിക്കും. ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായി നാട്ടിനും നാട്ടാർക്കും കൊള്ളാത്ത വെള്ളാനകളായ കോർപ്പറേഷനുകളെ എത്രയും വേഗം നിർത്തലാക്കുന്നതായിരിക്കും. അത്ഭുതങ്ങളൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എങ്കിലും ഭരണരീതിയിൽ ചെറിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ ഗവൺമെന്റിന്റെ പുതിയ അബ്കാരി നയം ഈ മാസം അവസാനം തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. സാർ, മന്ത്രിസഭ വികസിപ്പിക്കുന്നില്ലേ? ആരൊക്കെയാണ് പുതിയ മന്ത്രിമാർ? തീരുമാനമായിട്ടില്ല. മന്ത്രിസഭയിൽ ചെറുപ്പക്കാർക്കായിരിക്കും മുൻതൂക്കം എന്ന് കേട്ടത് ശരിയാണോ? അങ്ങനെയല്ലേ വേണ്ടത്. പ്രായമായവരോട് മുഖ്യമന്ത്രിക്ക് അലർജി വല്ലതുമുണ്ടോ? ഞാൻ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന പ്രായമായ ഒരു അച്ഛനും അമ്മയും എനിക്കുണ്ട്. കാലാകാലങ്ങളിൽ എല്ലാത്തിനും മാറ്റമുണ്ടാവണം. മനുഷ്യന് പണത്തിനോടുള്ള ആർത്തിയും ലൗകിക സുഖങ്ങളോടുള്ള ആസക്തിയും ഒരു പ്രായം കഴിഞ്ഞാൽ അവസാനിക്കാം. പക്ഷേ അധികാരത്തിനോടുള്ള ദുർമോഹം മരണം വരെയും ഉണ്ടാവും. ഞാനല്ല, ബെർട്രാൻഡ് റസൽ പറഞ്ഞതാ. പിന്നെ യുവാക്കൾക്ക് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാനും സ്വയം ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കുമെന്നേ ഞാൻ അർത്ഥമാക്കുന്നുള്ളൂ. പിന്നെ റിട്ടയർമെന്റ് എല്ലാത്തിനും ഒരു ആവശ്യമല്ലേ? പലരെയും കൊള്ളിച്ചാണ് സാർ ഇത് പറയുന്നതെന്നറിയാം. പക്ഷേ ജനങ്ങൾക്കും പാർട്ടിക്കും ആവശ്യമാണെങ്കിൽ പ്രായം ഒരു അയോഗ്യതയാണോ? അല്ല. എന്ന് വെച്ച് എനിക്കെന്റെ അഭിപ്രായം പറഞ്ഞൂടെ? മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യത്തെ പത്രസമ്മേളനമാണിത്. സാറിന് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണ്? ഈ രാജ്യത്ത് തേനും പാലും ഒന്നും ഒഴുകാൻ പോകുന്നില്ല. ഒരു രാമരാജ്യവും ഇവിടെ പ്രതീക്ഷിക്കണ്ട. പിന്നെ കുറച്ചു ദിവസം KGR ജനങ്ങൾക്കൊരു പുതുമയായിരിക്കും. വാട്ട് യു കോൾ എ ചേഞ്ച്. അത് കഴിഞ്ഞാൽ അതും ഒരു പഴയ അധ്യായമായി മാറും. അതുവരെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുക, എന്നോട് സഹകരിക്കുക. നമസ്കാരം. കൊട്ടാരം പോലത്തെ വീട്, കൊട്ടാരം പോലത്തെ വീട്. അയ്യോ, മനസ്സിലായി. ഡയറി ഡയറി സൂക്ഷിച്ച്. ഉണ്ട് ചെരുപ്പ്. വരി മേഡം. അയ്യോ, ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. അയ്യോ, AC. നിലവിളക്ക് നിലവിളക്ക്. അപ്പുറത്ത് 2 ബെഡ്റൂം കൂടി ഉണ്ട്. മനസ്സിലായി. TV. അത് ടോയ്ലറ്റ് ആണ്. എവിടെ? ഇത് ഓഫീസ് റൂമിനേക്കാൾ ഗംഭീരമായിരിക്കുന്നല്ലോ. ഇതിനൊക്കെ ഭയങ്കര വിലയല്ലേ? അതെ അതെ. ഇതെന്താ? ഇത് വെള്ളം ചൂടാക്കാനുള്ളതാ. ഇവിടെ കാപ്പി ഇടുന്നത് അല്ലല്ല. ഇത് മീൻ വളർത്താനുള്ളതാ? ഇല്ല, ഇത് ബാത്ത് ഡപ്പാ. കുളിക്കാനുള്ളതാ. ഹലോ, ഈ ഷവറ കുളിക്കാനുള്ളതാ. എന്താ ഇത്? ഞാനേ മുഖം ഒന്ന് എഴുതിയതാ. ഗോപിയേട്ടൻ എല്ലാ റൂമും കണ്ടോ? ഹലോ ഹലോ, ഇതിൽ STD ഉണ്ടോ? ഇപ്പോഴില്ല, ഉടൻ തന്നെ കണക്ട് ചെയ്യും. അവിടെ തന്നെ കണക്ട് ചെയ്യണം. എനിക്ക് AC STD ഉറക്കം വരത്തില്ല. ഇത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 1-2 ബംഗ്ലാവ് കൂടി ഉണ്ട്, അതുകൂടി കാണാം. വേണ്ട വേണ്ട, ഇത് തന്നെ മതി. ഇത് തന്നെ മതി. വേണ്ട, ഈ വീട്ടിൽ തന്നെ താമസിച്ചാൽ മതി. ഒരു വീട്ടിലേക്ക് മാറുന്നില്ല. എന്തിനാ എത്ര വാശി? നമ്മൾ ചോദിച്ചൊന്നും അല്ലല്ലോ. വേണ്ടെന്ന് നിന്നോടല്ലേ പറഞ്ഞത്? ഇവിടെ താമസിച്ചുകൊണ്ടുള്ള ഭരണമൊക്കെ മതി. വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഈ വീട് തന്നെ മതി. അതാ നല്ലത്. ഇതുപോലെ പല ആഗ്രഹങ്ങളും തോന്നും. അതൊക്കെ മുളയിലെ അങ്ങ് നുള്ളിക്കളയുന്നതാണ് നല്ലത്. ഞാനെല്ലാം കേട്ടു. മനസ്സിലേ, ഇതിനൊക്കെ ഒരു യോഗം വേണം. കൊട്ടാരം പോലത്തെ ഒരു വീട്, ബെഡ്റൂമിനൊക്കെ എന്താ വലിപ്പം. കാർപ്പറ്റ്, AC, ടെലിവിഷൻ, സ്പ്രിംഗ് കട്ടിൽ. ബാത്റൂമിലോ കുളിക്കാൻ കെട്ടുവെള്ളം പോലൊരു ടബ്.
ചൂടുവെള്ളോ പച്ചവെള്ളോ എന്താ വേണ്ടത്? അതിന്റെ അടുക്കളയുടെ അത്ര വലിപ്പമില്ല ഈ വീടെല്ലാം കൂടെ ചേർത്ത്. എന്തിനധികം പറയുന്നു, അട്ടയെ പിടിച്ച് മെത്തേ കിടത്തി. ഹലോ, എന്ത് വേണം? എന്ത് വേണം? മണി 11:30. സ്റ്റാഫെല്ലാം എത്തിയില്ലേ? ചിലർ ലീവാണ് സർ. തഹസിൽദാർ വന്നിട്ടില്ലേ? ട്രാൻസ്ഫർ ആയി. പുതിയ തഹസിൽദാർ ചാർജ് എടുത്തിട്ടില്ല. അറ്റൻഡൻസ് രജിസ്റ്ററോടെ ഇതാ. രാധാകൃഷ്ണൻ? ഞാനാ സർ. ശാന്ത? അതാണ് സർ. ചന്ദ്രപ്പൻ? പീറ്റർ? വന്നില്ല സർ. കൃഷ്ണൻകുട്ടി? അതാ. റോസമ്മ, മുഹമ്മദ്, രവീന്ദ്രൻ, ആന്റണി. മൊത്തം 5 പേര് വന്നിട്ടുണ്ട്. ഇതിൽ 9 പേരും പ്രസന്റ് ആണല്ലോ. വരാത്തവരെ എന്തിനാ പ്രസന്റ് മാർക്കിയിരിക്കുന്നത്? സർ, അതവര് ചായ കുടിക്കാൻ പോയതാ. എവിടെ? ക്യാൻറ്റീനിൽ. എവിടെയാ ക്യാൻറ്റീൻ? അവര് വന്നിട്ടില്ല സർ. നോട്ട് എവറിത്തിങ്. യെസ് സർ. ടേക്ക് സ്റ്റേൺ ആക്ഷൻ. ശരി സർ. ഒന്നിനും ഒരു വിട്ടുവീഴ്ചയും വേണ്ട. ശരി സാർ. അത് നമ്മുടെ പീറ്റർ എംപ്ലോയീസ് അസോസിയേഷൻ സെക്രട്ടറിയാണ്. പാർട്ടിയുടെ കീഴിലുള്ള. ഓഹോ. സസ്പെൻഡ് ഹിം വിത്ത് ഇമ്മീഡിയറ്റ് ഇഫക്ട്. ശരി സാർ. സാർ, എടോ കഴുത്തുമുട്ടും, തന്നോട് ഞാൻ പറഞ്ഞതല്ല ആ പീറ്ററിന്റെ കാര്യത്തിന് CM കാണാൻ പോണ്ടാന്ന്. ഇപ്പോൾ എന്തായി? പള്ളർത്തി കിട്ടിയപ്പോ മതിയായില്ലേ? പീറ്റർ പാർട്ടി പ്രവർത്തകനാ, അസോസിയേഷന്റെ സെക്രട്ടറി. അയാൾ വന്ന് കരഞ്ഞു പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? ഇപ്പൊ മനസ്സിലായില്ലേ? ചെറിയ കാര്യത്തിന് ചെന്നാൽ ഇതാണ് മറുപടി എന്നുണ്ടെങ്കിൽ വലിയ വലിയ കാര്യത്തിന് ചെന്നാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാനും കാണിച്ചു കൊടുക്കാം. എന്റെ നാക്കൊന്നും ആർക്കും പണയം വെച്ചിട്ടില്ല. സാർ, ചായയോ കാപ്പിയോ എന്തെങ്കിലും? ഒന്നും വേണ്ട. ആ മോനെ, എനിക്കൊരു മീഡിയം ചായ വേണം. ശരി സാർ. താൻ ആ പാർട്ടി ഓഫീസിലേക്കൊന്ന് വിളിച്ചേ. ഇനിയും കഴിഞ്ഞില്ല ഒരു മുട്ടിഞ്ഞ എക്സിക്യൂട്ടീവ്. എത്ര വിളിച്ച് കിട്ടണ്ടേ? എപ്പോ നോക്കിയാലും എൻഗേജ്. ഇതാ ഇപ്പോഴും എൻഗേജ്. ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടാവും, ആരും ശല്യപ്പെടുത്താതിരിക്കാൻ. പടച്ച തമ്പുരാനെ, വെള്ളം കൂടി മാണ്ടേ. ഇക്കണക്കിന് വേഗം പോയി കിട്ടും. KGRന്റെ കൂടെ എത്ര മെല്ലമാരുണ്ട്? ഒരു 50 ആള് കാണും. പിന്നെ നമ്മളെ കൂടെ ഒരു 15 പേര്. പിന്നെ ഒന്നിലും പെടാത്തൊരു 10-15 പേര് അവിടെ ആയിട്ട് കാണും. ലക്ഷക്കണക്കിന് രൂപ എണ്ണി കൊടുത്തത് ഞാനാ. താനോ? തനിക്ക് എവിടെ? തന്റെ തറവാട്ട് സ്വത്തോ അതോ അമ്മായി അപ്പന്റെ സ്ത്രീധനോ? ഇതാ ഇവരൊക്കെ തന്നെ താൻ വീതിച്ചു കൊടുത്തു. അതിന് നല്ലൊരു പറ്റി താൻ പറ്റിയില്ലേ? എരിഞ്ഞോളി, തോന്നിവാസം പറഞ്ഞാലുണ്ടല്ലോ. എന്താ പറഞ്ഞത് ശരിയല്ലേ? ചിക്കമംഗളൂർ, മൈസൂരൊക്കെ പിന്നെ എസ്റ്റേറ്റ് എടുക്കാൻ എവിടെ പൈസറ്റ്? ഇതൊന്നും ആർക്കും അറിയില്ലെന്നാ വിചാരം. ഓ, ഇപ്പൊ തനിക്കൊന്ന് സൂചിച്ചു KGRനെ അല്ലേ? സുഖിച്ചിട്ടൊന്നല്ല, നമ്മൾ മാത്രം ആവുമ്പോഴെങ്കിലും ഒന്ന് സത്യം പറഞ്ഞൂടെ? പാർട്ടി എക്സിക്യൂട്ടീവ് എന്ത് തീരുമാനിച്ചു? എന്താന്ന് വെച്ചാ ഒന്ന് പറയടോ. മുഖ്യമന്ത്രിയെ കൂടാതെ 5 മന്ത്രിമാർ. കൃഷ്ണമാരാർ വാണിജ്യം, അബ്ദുൾ റഹീം ട്രാൻസ്പോർട്ടും ഇലക്ട്രിസിറ്റിയും, കൃഷ്ണകുമാരി വിദ്യാഭ്യാസം, KT ജോസഫ് സാമൂഹ്യ വികസനവും പഞ്ചായത്ത് ആൻഡ് മുനിസിപ്പാലിറ്റീസ്. 6ാമത്തെ മന്ത്രി 2 പേരുണ്ട് ചോയ്സ്. കഴുത്തുമുട്ടം അല്ലെങ്കിൽ മയ്യനാട് ചന്ദ്രശേഖരൻ. ഏതൊക്കെയാ വകുപ്പുകൾ? കലാ സാംസ്കാരികവും
സ്പോർട്സും. അവന്റെ അമ്മയുടെ നായകെടുക്കും ആ വകുപ്പ്. 5-8 കൊല്ലം മന്ത്രിയായിരുന്നതിന്റെ തരമ്പ് എന്റെ ആശ്രമത്തിൽ ഇപ്പോഴും ഉണ്ട്. എനിക്ക് ആ ഓർമ്മ മതി ജീവിക്കാൻ. ബാക്കിയുള്ള വകുപ്പുകളോ? 3 മാസത്തിനകം ഒരു വികസനം കൂടി ഉണ്ടാകും. തൽക്കാലം അതുവരെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ഇതാണ് പാർട്ടി എക്സിക്യൂട്ടീവിന്റെ തീരുമാനം. ഇതൊക്കെ കൈമൾ സാറിന്റെ അനുവാദത്തോടുകൂടി തന്നെയാണോ തീരുമാനിച്ചത്? എക്സിക്യൂട്ടീവിൽ 9 പേർ ഒരുമിച്ച് നിന്നാൽ ബാക്കി 3 പേർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഭൂരിപക്ഷത്തിന്റെ തീരുമാനത്തിന് പ്രസിഡന്റ് വഴങ്ങിയല്ലേ പറ്റൂ. കൈമൾ സാറിന് ഒന്നും പറയാനില്ലേ? ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു. 1 മാസത്തിനകം പാർട്ടിയുടെ ജനറൽ ബോഡി വിളിച്ചു കൂട്ടും. അബദ്ധം കാണിക്കരുത്. ഇന്നലെ കണ്ട KGR അല്ല ഇന്ന്. അയാളുടെ സ്വരത്തിലും ഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഒരു വ്യത്യാസം. കഴുത്തുമുട്ടത്തിന്റെ വകുപ്പ് പുനഃപരിശോധിക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞപ്പോൾ അയാളത് സരസമായിട്ട് ചിരിച്ചു തള്ളിക്കളഞ്ഞു. കഴുത്തുമുട്ടത്തെ യാതൊരു ആവശ്യമില്ലാത്ത പോലെ. അവന്റെ പോക്ക് കാണുമ്പോൾ ഒരു ഏകാധിപതിയാകാനുള്ള ലക്ഷണമാ കാണുന്നത്. അപ്പൂതി മനസ്സിലിരിക്കുള്ളൂ. ഒരു പുതുമുഖത്തിന് ഇത്രയും പ്രാധാന്യം എങ്ങനെ വന്നു? ഞങ്ങൾ തന്നെ കാരണം. ഇലക്ഷനിൽ പാർട്ടിയുടെ പ്രധാന ആയുധം തന്നെ അയാളായിരുന്നു. അവന്റെ തീപ്പൊരി പ്രസംഗം, ശൈലി ജനങ്ങൾക്കതൊരു ഹരമാണ്. യുവജനങ്ങൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും അവനെക്കുറിച്ചുള്ള ക്ലീൻ ഇമേജ് ഞങ്ങൾ എക്സ്പ്ലോയിറ്റ് ചെയ്തു. ആവശ്യത്തിൽ കവിഞ്ഞുള്ള പബ്ലിസിറ്റി കൊടുത്ത് പാർട്ടി അവനെ ബൂസ്റ്റ് ചെയ്തു. ഒരു ശത്രുവിനെ ആൾ വളർത്തുന്നതെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല. ഞാൻ പോകുന്നു. ഞാനും ഉണ്ട്. മദ്യനയത്തിൽ വല്ല തീരുമാനം ഉണ്ടായോ? ഇല്ല, ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാവുമെന്ന് തോന്നുന്നില്ല. കൂടാതെ ഇപ്പൊ സംസ്ഥാനത്തുള്ള പ്രൈവറ്റ് ഡിസ്റ്റിലറീസിന്റെ പ്രവർത്തന രീതികളെ കുറിച്ച് നിയമസഭാ കമ്മിറ്റിയെ കൊണ്ട് ഒരു അന്വേഷണം ഉണ്ടാവും. അങ്ങനെ ഒന്നുണ്ടായാൽ വിശ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. കൈമൾ സാറേ, ഇനിയും ആലോചിക്കാം, വരട്ടെ, നോക്കാം എന്നൊന്നും പറയാൻ സമയമില്ല.